അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വീഡിയോയിലെത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ കൗൺസിൽ നടക്കുന്ന ഒരു ദിനമാണ്. ദേശീയ കൗൺസിൽ കൂടി പുതിയ ഭാരവാഹികളെ ഒക്കെ തിരഞ്ഞെടുത്ത ഒരു ദിനത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ദിനപത്രമായ ചന്ദ്രികയിൽ വന്ന സപ്ലിമെൻറ്റിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എഴുതിയ ലേഖനത്തിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, പ്രിയങ്കരനായ ഇന്ത്യയിലെ പാർലമെൻറ്റിലെ 543 എംപിമാരിൽ മുസ്ലിം ലീഗിന് ഉള്ള ഒരു എം പി എന്നുള്ള നിലക്ക് ഏറ്റവും ശ്രദ്ധേയമായ നിലപാടുകൾ കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഏതൊരുത്തൻ്റെ മുന്നിലും തൻ്റെ അടുത്തോടെ കെൽപ്പോടെ മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിമാന സ്തംഭമായി, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ ഒരു നേതാവായി, പാർലമെൻറ്റിലെ ഇടിനാദമായി പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ഇന്ന് നമ്മൾക്കിടയിലൂടെ കടന്നു പോവുകയാണ്. ഏത് വിഷയത്തിലും മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ ഏത് വിഷയത്തിലും കൃത്യമായി പറയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിനെ ഇളക്കി മറിച്ചുകൊണ്ട് മുന്നേറുന്ന പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇന്ന് എഴുതിയ അദ്ദേഹത്തിൻ്റെ ലേഖനം, ചന്ദ്രികാ ദിനപത്രത്തിൽ ഇന്നത്തെ സപ്ലിമെൻറ്റിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ കാരുണ്യ കയ്യൊപ്പ് രാജ്യതലസ്ഥാനത്തും തിളങ്ങട്ടെ എന്നുള്ള തലക്കെട്ടിലാണ് അദ്ദേഹം ഇന്നത്തെ ഈ ലേഖനം, അദ്ദേഹത്തിൻ്റെ ലേഖനം തുടങ്ങുന്നത്. ഹരിത രാഷ്ട്രീയത്തിൻ്റെ സ്നേഹഗോപുരം തലസ്ഥാനമായ ഡൽഹിയിൽ കൂടി തുറക്കുകയാണ്. മലയാളക്കരയിൽ സമുന്നതരായിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ നാമധേയത്തിൽ നിരവധിയായ കാരുണ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ കൂടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കാരുണ്യ കയ്യൊപ്പ് പതിക്കുകയാണ്. ഖായിദെ മില്ലത്തിൻ്റെ നാമധേയത്തിൽ ഉയർത്തുന്ന സെൻറ്റർ ഇന്ത്യയിൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്ന ഉത്തരേന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആശാകേന്ദ്രമാവുമെന്നത് തീർച്ചയാണ്. ഇന്ന് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അകറ്റുന്നതിനും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സർവ്വ മേഖലയിലും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും സമഗ്ര പ്ലാൻ പാർട്ടി തയ്യാറാക്കുമ്പോൾ ഖായിദെ മില്ലത്ത് സെൻറ്റർ സ്നേഹക്കുട നിവർത്തി തണലേകുമെന്നുറപ്പാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്താകെയും കാലങ്ങളായി സേവന പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലാഡൽ ഫൗണ്ടേഷൻ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ചെയ്തു വരുന്നത്. സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതിക്കായി വലിയ സഹായം അതുവഴി നൽകി വരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും ജീവിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് പാർട്ടി ഇതിലൂടെ നിറവേറ്റുന്നത്. അത് രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നത് മുസ്ലിം ലീഗിന് മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന മഹത്തായ സ്ഥാപനമാണ് ഡൽഹിയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ആസ്ഥാന മന്ദിരം. മികച്ച സൗകര്യങ്ങളോടെയാണ് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ഒരുങ്ങിയിരിക്കുന്നത്. പ്രഥമവൽക്കരിക്കപ്പെട്ടവരുടെ രക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം സൗദം കേന്ദ്രീകരിച്ച് പാർട്ടി നടപ്പിലാക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യം തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന് അധികാരത്തിൽ കയറുക എന്നത് മാത്രമാണെന്ന് മുസ്ലിം ലീഗ് കരുതുന്നില്ല. എല്ലാവരുമായി സൗഹൃദവും സ്നേഹവും കൈമാറി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള പരിസരമൊരുക്കുക എന്ന വലിയ ദൗത്യം മുസ്ലിം ലീഗ് കാലങ്ങളായി നിറവേറ്റിപ്പോരുന്നുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിശാല കാഴ്ചപ്പാടിനെ പലരും പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യർ തമ്മിൽ പരസ്പര സ്നേഹവും ആർദ്രതയും വളർത്തിയെടുക്കാനും പിന്നോക്ക ജനവിഭാഗങ്ങളെ ഭരണപരമായും അതല്ലാതെയും ഉയർത്തിക്കൊണ്ടുവരാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമെന്നും മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. ഇത്തരക്കാരെ എല്ലാം മേഖലയിലും സഹായിക്കാനും ചേർത്ത് പിടിക്കാനും മുസ്ലിം ലീഗ് മുന്നിൽ നിന്നിട്ടുണ്ട്. കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് എല്ലാ ജനവിഭാഗങ്ങളെയും
തൃപ്തികരമാക്കുന്ന വിധത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും നന്മ ചെയ്യുന്ന രാഷ്ട്രീയ സംസ്കാരം അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. മുഖം മിനുക്കുന്നതിന് പകരം മുഖച്ഛായ തന്നെ മാറ്റി. വിദ്യാഭ്യാസ പുരോഗതി കൊണ്ട് മാത്രമേ സമൂഹത്തിന് വളർച്ച ഉണ്ടാവൂ എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞത്. മറ്റു ജനവിഭാഗങ്ങൾക്ക് അസൗകര്യമില്ലാത്ത വിധം അവരുടെ കൂടെ വികാരം കണക്കിലെടുത്തും ഉൾക്കൊണ്ടുമാണ് മുസ്ലിം ലീഗ് കേരളക്കരയിൽ വിപ്ലവകരമായ മുന്നേറ്റം കൊണ്ടുവന്നത്. മുസ്ലിം ലീഗിൻ്റെ വികസന കാഴ്ചപ്പാടിനെ വേർതിരിവില്ലാതെ സമീപനത്തെ വലിയ രീതിയിലാണ് കേരളീയർ ഏറ്റെടുത്തത്. ഇത്തരം സമീപനങ്ങളും നിലപാടുകളും തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിനുള്ള സ്വീകാര്യതയും. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചു തരട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യനായ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. മുസ്ലിം ലീഗ് എന്നും ശ്രദ്ധേയമായ കാര്യങ്ങൾ കൊണ്ട് പാർലമെൻറ്റിനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പ്രയാണം ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ബഹുമാന്യനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന വർത്തമാന കാലഘട്ടത്തിലെ ഇതിഹാസ നായകൻ CH മുഹമ്മദ് കോയ സാഹിബ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഏറ്റവും ശ്രദ്ധേയമായി സാധാരണക്കാരനായി ഒരു തൊഴിലാളി നേതാവായി മുന്നോട്ട് നയിച്ച STUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവി വഹിച്ചിട്ടുള്ള ബഹുമാന്യനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്നും പാർലമെൻറ്റിൽ ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. രാജ്യത്തെ മുസ്ലിങ്ങളാദി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമായി ഘോരം പാർലമെൻറ്റിനെ ഇളക്കി മറിയിക്കുന്ന, പാർലമെൻറ്റിനെ ഇടിനാഥമായി മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവായി ടി മുഹമ്മദ് ബഷീർ സാഹിബ് വർത്തമാന കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ തുടരുകയാണ്. വലിയ മുന്നേറ്റം നടത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നേറ്റം നടത്താൻ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ പുതിയതായി തിരഞ്ഞെടുത്ത ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.